മനസ്സിന് വല്ലാതെ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് യാത്ര പോവുക എന്നത്. മക്കളെയും കുട്ടിയൊക്കെ യാത്ര പോകണം. യാത്രകൾ നല്ലതാണ് എന്ന് ഇത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് വരും. മക്കളുടെ കൂടെ അവരുടെ സംസാരങ്ങൾ, അവരുടെ ജീവിത രീതികൾ, അവരുടെ ശൈലികളൊന്നും ഈ ഉപ്പാക്ക് അറിയുന്നില്ല. അതൊന്നും അറിയാതെ അങ്ങനെ അങ്ങ് വളർന്നു പോവുകയാണ്. മക്കളുടെ കൂടെ യാത്ര ചെയ്യണം. ആ മക്കളുടെ ഇഷ്ടാനുഷ്ഠാനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം തുറന്നു പറയാനുള്ള നല്ല വേദിയാണ് യാത്ര എന്ന് പറയുന്നത്. ഇപ്പൊ കുടുംബക്കാരുമായി ഒന്നിച്ചുള്ള ഒരു യാത്ര, മക്കളെയും കൂട്ടിയുള്ള ഒരു യാത്ര, ആ യാത്ര ഇങ്ങനെ പോകുമ്പോ ആ മക്കളുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള ആഗ്രഹങ്ങളും അവരുടെ ചിന്തകളുമെല്ലാം നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് പങ്കുവെക്കാനും ഒക്കെ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നല്ല യാത്രകൾ പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഹറാമിന്റെ ഒരു യാത്രയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ആ യാത്ര അവസാനത്തെ യാത്രയായി മാറിയാൽ എന്തിനു കൊള്ളും നമ്മൾ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അനാവശ്യമായ ഒരുപാട് വൃത്തികേടിന്റെ അനാവശ്യങ്ങളുടെ യാത്ര, ആ യാത്ര ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നത്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു കൊണ്ടുപോവുകയാണ്. ഒരു സുന്ദരമായ യാത്ര, പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ഒന്നാമത്തെ യാത്ര. അത് വല്ലാത്ത യാത്രയല്ലേ, അത് വല്ലാത്ത സന്തോഷമല്ലേ. വിജയത്തിന്റെ കക്ഷികള് ചിലര് പറയും, ഒന്നാമത്തെ യാത്ര റെഡിയാണ്. കാരണം അവിടെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മസ്ജിദുൽ അഖ്സയിൽ പോയിട്ട് റസൂലുള്ളാഹി കിടന്നുറങ്ങി, അല്ലെ? എന്നിട്ട് അല്ലാഹ് ആ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. എത്ര ലാഘവത്തോടെയാണ് പറയണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ഉമ്മത്തിന് സമാധാനത്തിന് വേണ്ടി കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമല്ലേ 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരം ഒരു സ്വപ്നത്തിലൂടെയാണ് എന്ന് എങ്ങനെയാണ് ലാഘവത്തോടെ പറയാൻ കഴിയണത്? ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അതേ, വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകൾ ഉണ്ടല്ലോ. സൂറത്തുസ് സ്വലാത്ത് എന്ന് എവിടെയെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? സൂറത്തുസ് സൗമ്, ഒരു നോമ്പിന്റെ പേരിലുള്ള ഒരു സൂറത്ത് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സൂറത്തുസ് സക്കാത്ത് എന്ന പേരിൽ ഖുർആനിൽ ഒരു അധ്യായം കാണിച്ചു തരാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. അതേ സമയത്ത് സൂറത്തുൽ ഇസ്റാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു ആ പരിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ സൂറത്ത് അല്ലാഹു തുടങ്ങുന്നത് ഒരു സൂറത്തും അല്ലാഹു അങ്ങനെ തുടങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുള്ളത്, അല്ലെ? എന്തെങ്കിലും അത്ഭുതം ഉണ്ടാകുമ്പോഴല്ലേ സുബ്ഹാനല്ലാഹ് എന്ന് പറയാറുള്ളത്. ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു ആണ് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. കേട്ടാത്തൊന്ന് ആണാ പ്രസവിച്ചത്, പെണ്ണ് ആണായതാണ്, എന്നിട്ടാണ് പ്രസവിച്ചത്. അതല്ലാതെ ആണിന് ഒരു പ്രത്യേകമായ ഗർഭപാത്രം ഉണ്ടായി അങ്ങനെ പ്രസവിച്ചതല്ല. ഓൾറെഡി മുമ്പേ പെണ്ണാണ്, അത് ആണായി മാറി. ശരീരത്തിൽ പല ശസ്ത്രക്രിയകളൊക്കെ നടത്തി പല രൂപത്തിലുള്ള രൂപമാറ്റങ്ങൾ വരുത്തി അങ്ങനെ പുരുഷനായി മാറി. പുരുഷനാവൂല. എന്നിട്ടാണ് അത് കേട്ടിട്ട് ആരെങ്കിലും സുബ്ഹാനല്ലാഹ് ചൊല്ലി? ഒരാളും ചൊല്ലൂല. അതേ സമയത്ത് അത്ഭുതകരമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാറുള്ളത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മിനൽ മസ്ജിദിൽ അഖ്സ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹുവിന്റെ റസൂലിനെ
അള്ളാഹു കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ മദീനയിൽ ഇറങ്ങുകയാണ്. മദീനയിൽ ഇറങ്ങിയിട്ട് മദീനയിലെ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലയോ നബിയേ, നിങ്ങൾ പിന്നീട് ഇവിടേക്കാണ് വരേണ്ടത്, ഇത് നിങ്ങളുടെ നാടാണ് തങ്ങളെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മദീനയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നു. 1,00,000 ചില്ലാനം വരുന്ന അമ്പിയാക്കളെ ആ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അതാ പുനർജീവിപ്പിക്കുകയാണ്.